ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു ഓവൻ ഇല്ലാത്ത നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ഓവൻ ഇല്ലാതെ പാനിൽ വെച്ചിട്ട്. ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് 2 സ്പൂൺ ഷുഗർ, 2 സ്പൂൺ ഷുഗർ, ഒരു എഗ്ഗ്, നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗും ഷുഗറിനകത്തോട്ടിട്ട് 50 ml ഓയിൽ, അതുപോലൊരു 100 ml മിൽക്ക്. ഇതെന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഒരു 100 ഗ്രാം ഫ്ലോർ, 20 ഗ്രാം കൊക്കോ പൗഡർ, ഒരു 8 ഗ്രാം ബേക്കിംഗ് പൗഡർ. ഇത് നമ്മൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു 2 ബനാന ഉണ്ട്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓണാക്കുക, ഇതിനകത്തോട്ട് നമ്മുടെ പാൻ, അതിനകത്തോട്ടൊരു 2 സ്പൂണ് ഷുഗർ നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്യണം. നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 20 ഗ്രാം ബട്ടർ, അതിനകത്തോട്ട് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് കൈ ഇടുമ്പോൾ ശ്രദ്ധിച്ച് കൈയിട്ടാൽ ഷുഗർ നമ്മുടെ കൈ പൊള്ളത്തില്ല, അല്ലെങ്കിൽ പണി. ഷുഗർ ബനാന എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ, നമ്മൾ ബാറ്റർ എല്ലായിടത്തും കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക. ബാറ്റർ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം ഈ അടപ്പ് വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് സ്ലോ ഫയറിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഞാനിപ്പോൾ ശരിക്കും ഒരു സിൽവർ ഫോയിൽ മുകളിൽ വെച്ചിട്ട്
അതിൻ്റെ മുകളിൽ ലിഡ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ സിൽവർ ഫോയിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എയർ പുറത്ത് പോകത്തില്ല. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് 20 മിനിറ്റ് കഴിഞ്ഞു. കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ചെക്ക് ചെയ്യേണ്ട ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ, നമുക്കിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ നോക്കുക. നോക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് എവിടെയും ഒട്ടി വരുന്നില്ല. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ഇന്നപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിത് തണുപ്പിക്കാൻ വെക്കണം. നമ്മളൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തണുപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് നല്ലപോലെ കിട്ടത്തുള്ളൂ.